വിദ്യാദീപത്തിന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ബിസിനസ് എന്ന് ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. എന്തിനാണ് ഈ ഇക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്? കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, ലാഭസമ്പാദനമാണ്. ബിസിനസ് ഹാസ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദിസ് വെൻ ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. എന്താണ് ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്നറിയാം? ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. എങ്ങനെയാണ് ബിസിനസ് ഇത് നിരന്തരമായി ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ബിസിനസ്സിന് ലാഭസമ്പാദനം നേടാൻ സാധിക്കുന്നത്? അത് ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ പ്രൊഡക്ഷനിലൂടെയാണ്. മനുഷ്യ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ പ്രൊഡക്ഷനിലൂടെയാണ് തീർച്ചയായിട്ടും ബിസിനസ് ലാഭം സമ്പാദിക്കുന്നത്. അപ്പോൾ അതൊരു സാമ്പത്തിക പ്രവർത്തനമാണെന്ന പോയിന്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും അങ്ങനെ രണ്ട് തരം ആക്ടിവിറ്റികൾ ഉണ്ട്. വരുമാനം അല്ലെങ്കിൽ ലാഭം, നേട്ടം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക വരുമാനം, സാമ്പത്തിക നേട്ടം, ആദായം, കമ്മീഷനാവാം, ശമ്പളമാവാം, അതൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ പലതരത്തിലുണ്ട്. ബിസിനസ്, എംപ്ലോയ്മെന്റ്, പ്രൊഫഷൻ, ഒക്കുപ്പേഷൻ എന്നിങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ ബിസിനസ് എന്നത് ലാഭം എന്ന വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന, മുടക്കമില്ലാതെ നിരന്തരമായിട്ട് റെഗുലർ ബേസിസിൽ ചെയ്യുമ്പോഴാണ് ബിസിനസ് ആകുന്നത്. അത് ലാഭസമ്പാദനമാണ് അതിൻ്റെ ലക്ഷ്യം. ബിസിനസ്സിലെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് എന്നതാണ് മറ്റൊരു കാര്യം. പ്രോഫിറ്റ് സമ്പാദിക്കുക, പ്രോഫിറ്റ് ഏർണിംഗ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ്. ലാഭസമ്പാദനം ഇല്ലാതെ ഒരു ബിസിനസ്സിനും സർവൈവ് ചെയ്യാൻ കഴിയില്ല. ബിസിനസ് സമൂഹവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പോയിന്റാണ് അടുത്തത്. ബിസിനസ് ഈസ് വെരി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ സൊസൈറ്റി. കാരണം ബിസിനസ്സിലെ ആളുകൾ, അതിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും അതിൻ്റെ എംപ്ലോയീസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ എംപ്ലോയേഴ്സ് അഥവാ ഉടമസ്ഥന്മാർ, അല്ല ഷെയർ ഹോൾഡേഴ്സ്, കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലെ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണെന്ന് പറയാം. ഇവർക്കൊക്കെ ബിസിനസ് നന്നായിട്ട് ആവശ്യമുണ്ട്. ഗവൺമെന്റിന് ബിസിനസ് നന്നായി നടക്കുമ്പോൾ ടാക്സ് കിട്ടും, അതുപോലെ രാജ്യ പുരോഗതിക്ക് അത് ഉപകരിക്കും. എംപ്ലോയേഴ്സിന് അവരുടെ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാർക്ക് അവർക്ക് അവരുടെ ബിസിനസ് വളരുന്നത് കൊണ്ട് നേട്ടമുണ്ട്. എംപ്ലോയീസ് അഥവാ തൊഴിലാളികൾക്ക്, ഉദ്യോഗസ്ഥർക്ക്, അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു വരുമാന മാർഗമാണ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന് അവിടുത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആ ബിസിനസ് നിലനിന്ന് പോകുവാണെങ്കിൽ അവർക്ക് ആഫ്റ്റർ സെയിൽ സർവീസുകൾ കിട്ടും. മാത്രമല്ല അവരുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂ അവരുടെ എസ്റ്റീമിനെ ഉയർത്തും. സപ്ലയേഴ്സ് ആണ് ബിസിനസ്സിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർ, അവർക്കും ബിസിനസ് നിലനിൽക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണ്. അതിനെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഓണേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, മണി ലെൻഡേഴ്സ്. ബിസിനസ്സിന് പണം കടം നൽകുന്നവർ പോലും ബിസിനസ്സിന് അഭ്യുദയകാംക്ഷികളാണ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സിന് ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ സമൂഹത്തിലെ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ബിസിനസ് എന്ന് പറയുന്നത് രണ്ടായി തിരിക്കാമെന്നാണ് പറയുന്നത്. ബിസിനസ്സിനെ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. കൊമേഴ്സ് എന്നും ഇൻഡസ്ട്രി എന്നും നമുക്ക് തിരിക്കാം. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യമാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യവസായമാണ്. വ്യവസായം വാണിജ്യവും രണ്ടും ഒന്നല്ലേ? അല്ല, രണ്ടും രണ്ടാണ്. വ്യവസായം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയോ ഒരു ഉൽപ്പാദനം അതിലുണ്ടെന്നാണ് അർത്ഥം. വാണിജ്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം വേണമെന്നില്ല, സാധനങ്ങൾ വാങ്ങി മറിച്ച് വിറ്റാൽ മതി, അത് കച്ചവടം അല്ലെങ്കിൽ വാണിജ്യമായി. സോ ഇൻഡസ്ട്രിയും കൊമേഴ്സും തമ്മിൽ എന്തോ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാം. ഇതൊക്കെ വ്യവസായമാണ്. എന്തായാലും ഇൻഡസ്ട്രി ഒരു എക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ്. ഇനി ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സും ആകാം, കൺസ്യൂമർ ഗുഡ്സും ആകാം. അന്തിമ ഉപഭോഗത്തിന് ഉപഭോക്താവ് വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ്. അല്ല, വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് യന്ത്ര സാമഗ്രികൾ, മെഷീനറി, ട്രാക്ടർ, ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇനി നമുക്ക് ഇൻഡസ്ട്രീനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നിങ്ങനെ മൂന്ന് തരമായിട്ട് തിരിക്കാൻ സാധിക്കും. പ്രാഥമിക വ്യവസായം, ദ്വിതീയ വ്യവസായം, തൃതീയ വ്യവസായം. പ്രൈമറി ഇൻഡസ്ട്രിയെ തന്നെ രണ്ടായി പിന്നെയും സബ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി.
സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമുക്ക് മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷൻ എന്നും, തൃതീയ മേഖല സേവന മേഖല, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൌസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിംഗ്, അങ്ങനെ സേവനങ്ങളാണ് തൃതീയ മേഖല നൽകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ 3: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ടെർഷ്യറിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, TERTIARY, ടെർഷ്യറി. ഇനി പ്രൈമറി ഇൻഡസ്ട്രി എന്താണ്? കൃഷി, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, പട്ടുനൂൽപ്പുഴ വളർത്തൽ, തേനീച്ച വളർത്തൽ, മത്സ്യബന്ധനം, അതുപോലെ നായാട്ട്, ഇതൊക്കെ മൃഗപരിപാലനം, ഇതൊക്കെ എന്തോന്നാണ്? പ്രാഥമിക വ്യവസായങ്ങളാണ്. ഇപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി 2 തരമുണ്ട്. ഏതൊക്കെയാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി എന്നിങ്ങനെ. എന്താണ് എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രകൃതി വിഭവങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് കാട്ടിൽ ചെന്ന് പോയി തടി വെട്ടിക്കൊണ്ട് വരുന്നു. ലംബറിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, തടി വെട്ടലാണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ നായാട്ടാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻപിടുത്തമാണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ മണ്ണിനടിയിലുള്ള വിഭവങ്ങൾ, സ്വർണം, ലോഹങ്ങൾ, മറ്റ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം പോലുള്ളവയൊക്കെ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാക്ഷനാണ്. സോ അതാണ് മൈനിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിൽ, ജനിതക വ്യവസായത്തിൽ സസ്യ ജന്തുജാലങ്ങളുടെയോ മറ്റു മത്സ്യങ്ങളുടെയോ ഒക്കെ പ്രജനനമോ പരിപാലനമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഡയറി ഫാമിങ്, നഴ്സറി, സസ്യങ്ങളുടെ നഴ്സറി ഉണ്ട്, അതുപോലെ തന്നെ പൂക്കളുടെ നഴ്സറി ഉണ്ട്, കോക്കനട്ട് നഴ്സറി ഉണ്ട്, റബ്ബർ നഴ്സറി ഉണ്ട്, അല്ലേ? ഇങ്ങനെയുള്ളവയും, അതുപോലെ തന്നെ കോഴി വളർത്തൽ കേന്ദ്രം, അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ കേന്ദ്രം, അതുപോലെ തന്നെ മത്സ്യബന്ധനം, ഇതൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇതൊക്കെ പ്രൈമറി ഇൻഡസ്ട്രിയുടെ സബ് കാറ്റഗറിയാണ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജനറ്റിക് ഇൻഡസ്ട്രിയും. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ എന്താണ് വരുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്നത് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് വരുന്നത്. ചകിരി, കയറ്, കയറ്റുപോയൊക്കെ ആക്കുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെയും ഫർണിച്ചർ ഉണ്ടാക്കുന്ന വ്യവസായം നോക്കുക, അത് മാനുഫാക്ചറിങ് ആണ്. തടിയെ അല്ലെങ്കിൽ മര ഉരുപ്പടികൾ ഉപയോഗിച്ച് ഫർണിച്ചറാക്കി മാറ്റുന്നത്, ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്, ഡെസ്കോ, ബെഞ്ചോ, മേശയോ, കസേരയോ ഒക്കെ ആക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും ഫോം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അതായത് അതിൻ്റെ ആ തടി എന്ന ഫോമിനെ ഫർണിച്ചർ എന്ന ഫോമിലേക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടി സുഖകരമായി പുസ്തകം വെച്ച് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കസേരമേൽ സുഖകരമായി ഇരിക്കാൻ സാധിക്കും. കാരണം തടിയുടെ ഫോമിൽ നിന്നും അത് ഫർണിച്ചറിന്റെ ഫോമിലേക്ക് മാറി അതിന്റെ ഫോം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. ഇനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി 4 തരമുണ്ട്: അനാലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ്, അസംബ്ലിംഗ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ 4 സബ് കാറ്റഗറി ഏതൊക്കെയാണ്? അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ എടുക്കുന്നു, എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേർതിരിച്ച് പല ഘടകങ്ങളായിട്ട് വിശ്ലേഷണം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. വിശ്ലേഷണം ചെയ്ത് വേർതിരിച്ച് ക്രൂഡ് ഓയിലോ ക്രൂഡ് ഓയിൽ നിന്ന് മണ്ണെണ്ണയോ, കോൾട്ടാറോ, പാരഫിൻ വാക്സോ, അല്ലെങ്കിൽ ഡീസൽ ഓയിലോ, പെട്രോളോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് പലതും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. അത്തരം വ്യവസായങ്ങളെ അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. വേറൊന്ന് സിന്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കൃത്രിമ സാധനം ഉണ്ടാക്കുന്നതിനെയാണ് സിന്തറ്റിക്കൽ. അപ്പോൾ സിന്തറ്റിക് നാരുകൾ, ഫൈബറുകൾ, സിന്തറ്റിക് ഫൈബറുകൾ എന്നൊക്കെ പറഞ്ഞാൽ നൈലോൺ, അറയോൺ, ഇതൊക്കെ കുറേ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്രിയാ വ്യവസായം എന്ന് പറയാം. എന്നാൽ പല ഘട്ടങ്ങളായിട്ട് മാത്രം അന്തിമമായ സ്റ്റേജിലേക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യവസായങ്ങളെയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് ആ പ്രോസസ്സിങ്ങിലൂടെയാണ് അത് ഫൈനൽ കൺവേർഷനിലേക്ക് മാറുന്നത്, ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇനി പല സ്പെയർ പാർട്സ് കൂട്ടിച്ചേർത്ത് അസംബിൾ ചെയ്ത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നവയാണെങ്കിൽ അത് അസംബ്ലിംഗ് ഇൻഡസ്ട്രിയാണ്. സോ മാനുഫാക്ചറിങ് തന്നെ ഇങ്ങനെ 4 തരമുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കെട്ടിടങ്ങൾ പണിയുക, ബിൽഡിങ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ്സ്, ടണൽസ്, കനാൽസ്, ഇവയൊക്കെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ സ്കില്ല് പ്രധാനമായ വ്യവസായങ്ങളാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രികൾ അഥവാ നിർമ്മാണ വ്യവസായങ്ങൾ. കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, റോഡുകൾ, തുരങ്കങ്ങൾ, കനാലുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇനി തൃതീയ വ്യവസായം, പ്രൈമറി സെക്കൻഡറിയും കഴിഞ്ഞാൽ അടുത്തതാണ് ടെർഷ്യറിയാണ്. ടെർഷ്യറി എന്ന് പറയുന്നത് ദീസ് ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൌസിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, പാക്കേജിംഗ്, അഡ്വർടൈസിംഗ് എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി.